മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിലെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് സ്നാപകയോഹന്നാന് യൂദയായിലെ മരുഭൂമിയില് വന്നു പ്രസംഗിച്ചു. മാനസാന്തരപ്പെടുവിന്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവനെപ്പറ്റിയാണ് യേശയ്യാപ്രവാചകൻ വഴി ഇങ്ങനെ അരുളിച്ചെയ്യപ്പെട്ടത്: മരുഭൂമിയില് വിളിച്ചുപറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴിയൊരുക്കുവിന്, അവന്റെ പാതകൾ നേരെയാക്കുവിന്. യോഹന്നാന് ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയില് തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. ജറുസലമിലും യൂദയ മുഴുവനിലും ജോർദാനിലെ പരിസര പ്രദേശങ്ങളിലും നിന്നുള്ള ജനം അവന്റെ അടുത്തെത്തി. അവര് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ജോർദാന് നദിയില് വച്ച് അവനിൽ നിന്നു സ്നാനം സ്വീകരിച്ചു. അനേകം ഫരിസേയരും സദുക്കായരും സ്നാനമേൽക്കാന് വരുന്നതുകണ്ട് യോഹന്നാന് അവരോട് പറഞ്ഞു: അണലിസന്തതികളെ, ആസന്നമായ ക്രോധത്തില് നിന്ന് ഓടിയകലാന് നിങ്ങൾക്ക് മുന്നറിയിപ്പു നൽകിയതാരാണ്? മാനസാന്തരത്തിനു യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിന്. ഞങ്ങൾക്ക് പിതാവായി അബ്രാഹം ഉണ്ട് എന്നു പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളില് നിന്ന് അബ്രാഹത്തിനു സന്താനങ്ങളെ പുറപ്പെടുവിക്കാന് ദൈവത്തിനു കഴിയുമെന്നു ഞാന് നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിനു കോടാലി വച്ചുകഴിഞ്ഞു. നല്ല ഫലം കാക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും. മാനസാന്തരത്തിനായി ഞാന് ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എന്റെ പിന്നാലെ വരുന്നവന് എന്നെക്കാള് ശക്തന്, അവന്റെ ചെരിപ്പു വഹിക്കാന് പോലും ഞാന് യോഗ്യനല്ല. അവന് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവന്റെ കൈയിലുണ്ട്. അവന് കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയില് ശേഖരിക്കും, പതിർ കെടാത്ത തീയില് കത്തിച്ചു കളയുകയും ചെയ്യും. യേശു യോഹന്നാനില് നിന്നു സ്നാനം സ്വീകരിക്കാന് ഗലീലിയില് നിന്നു ജോർദാനില് അവന്റെ അടുത്തേക്ക് വന്നു. ഞാന് നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്തേക്കു വരുന്നുവോ എന്നു ചോദിച്ചുകൊണ്ട് യോഹന്നാന് അവനെ തടഞ്ഞു. എന്നാല് യേശു പറഞ്ഞു: ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവന് സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടനെ യേശു വെള്ളത്തില് നിന്നു കയറി. അപ്പോള് സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തില് തന്റെ മേല് ഇറങ്ങിവരുന്നത് അവന് കണ്ടു. ഇവന് എന്റെ പ്രിയപുത്രന്, ഇവനില് ഞാന് പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്നു കേട്ടു.